C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്റെ അനുവാദമില്ലാതെ അപർണയെ നീ വിവാഹം കഴിച്ചാൽ പിന്നെ സൊണാലിയിൽ നിനക്ക് സ്ഥാനമുണ്ടാവില്ല. 1 രൂപയുടെ സ്വത്ത് പോലും നിനക്ക് ഇവിടുന്ന് കിട്ടില്ല. മനസമാധാനത്തോടെ നിങ്ങൾ ജീവിക്കില്ല. ഞാനാ പറയുന്നത്. എന്റെ പപ്പയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈ ഭാഷ, ഈ നോട്ടം. പപ്പയ്ക്ക് എന്താ പറ്റിയേ? നമ്മൾ ഈ സംസാരിച്ചത് മറ്റാരും അറിയരുത്. മനസ്സിലായോ? പപ്പ, രണ്ടുപേര് സംസാരിക്കുന്നത് മാറി നിന്ന് കേൾക്കുന്നത് നല്ല സ്വഭാവമല്ല. കരുതിക്കുട്ടി ഒളിച്ചു നിന്ന് കേട്ടതല്ല ഞാൻ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ മോനും പപ്പയും തമ്മിൽ സംസാരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ലെന്നുണ്ടോ? അപ്പവുമായുള്ള സിദ്ധുവിന്റെ വിവാഹത്തിന് മുൻകൈ എടുത്തത് പപ്പയാ. ആ കുട്ടിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്ത തീരുമാനമായിരുന്നു അത്. ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ലാത്ത കുട്ടി, ഒന്നും അറിയാനില്ല, അപർണയെ മരുമകളായി കെട്ടിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനം എടുത്തതാ പപ്പ. ഞാൻ പോലും അത്രയും പ്രതീക്ഷിച്ചില്ല. അതേ പപ്പ പെട്ടെന്ന് നിലപാട് മാറ്റിയത്. ഈ വീട്ടിൽ വന്ന അപ്പുനെ അപമാനിച്ചു വിടാൻ പോലും തയ്യാറായി പപ്പ. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് സിദ്ധുവിനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൂനെ സ്വന്തം മോളെ പോലെ കരുതുന്ന ആളാ ഞാൻ. അപ്പൂന് ആമിയെ പോലെയാ ഞാൻ. ഞാനിനി ആ കുട്ടിയോട് എന്തു പറയും? എങ്ങനെ അതിന്റെ മുഖത്ത് നോക്കും? അതാണോ മഞ്ജുന്റെ പ്രശ്നം? അത് മാത്രമല്ല, സിദ്ധു എന്നോട് ചോദിക്കുന്നു പപ്പ എന്താ മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന്. ഞാൻ അറിയാതെ പപ്പയ്ക്കൊരു തീരുമാനം ഉണ്ടെന്ന് അവനും വിശ്വസിക്കുന്നു. എന്റെ ഒഴികെ എല്ലാവരുടെ അഡ്വക്കേറ്റ് ആണോ മഞ്ജു? എന്നാ തുറന്നു പറ, അപ്പൂനോടും ഈ കല്യാണത്തിനോടുള്ള എതിർപ്പിന്റെ കാരണം എന്താണെന്ന്. അതറിയണോ എനിക്ക്? കാരണം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? അന്നത്തെ പോലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ മഞ്ജു? ഇനി എന്ത് ഭൂകമ്പം ഉണ്ടായാലും അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ പോലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താന്ന് വെച്ചാ ചെയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.